പ്രതാപന് എന്നെ എങ്ങനെയാ മനസ്സിലായത്? ഡോക്ടർ ദേവദത്തൻ സാറിനെ ഒരിക്കൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, സൂര്യമംഗലത്ത് വെച്ച്. അല്ല, ഡോക്ടർ എങ്ങനെ ഇവിടെ വന്നേ? ഇതെല്ലാം ദൈവത്തിന്റെ ചതുരംഗപ്പലകിലെ കരുക്കളല്ലേ. കാലം കൊല്ലാതെ എന്നെ കാത്തുവെച്ചത് പ്രതാപന് വേണ്ടിയായിരിക്കും. പ്രതാപന്റെ ഫാദറിലോ, അതായത് പത്മാവതിയുടെ അച്ഛൻ, 2 ദിവസം മുമ്പ് ഒരു രാത്രിയിൽ എന്റെ മനസ്സിലേക്ക് വന്നു. പ്രതാപനെ കാണണമെന്ന ഉൾവിളി അങ്ങനെയാണ് ഉണ്ടായത്. അതിരിക്കട്ടെ, ഈ പുലരി വരെ എന്തെങ്കിലും മനസ്സിലുണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു, വെറും ബ്ലാങ്ക്. ഏതൊരു ഗുഹയില് കറുത്ത ഇരുട്ടില് ഞാൻ വീണ് കിടക്കും പോലെ. ഒടുവിൽ ആരൊക്കെയോ ചേർന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചതുപോലെ ഒരു തോന്നൽ. ഇപ്പൊ ക്ഷീണമല്ലാതെ മറ്റൊന്നുമില്ലല്ലോ? ഇല്ല. ഇതൊരു പുനർജന്മമാണ്. കപിലവസ്തുവിലെ രാജകുമാരൻ ബോധിവൃക്ഷ ചുവട്ടിലിരുന്ന് ബുദ്ധനായതുപോലെ ഒരു 2ാം ജന്മം പ്രതാപന് ഒത്തിരി തിരിച്ചറിയാനുണ്ട്. ഈ വീടിനകത്ത് തന്നെയാണ് പ്രതാപന്റെയും ഋതികയുടെയും മുഖ്യ ശത്രുക്കൾ ഉള്ളത്. അവർ ഇനിയും നിങ്ങളെ ഉപദ്രവിക്കും, സൂക്ഷിക്കണം. പ്രതാപൻ ഈ ജീവിതം തിരിച്ചു കിട്ടിയത് എന്റെ മിടുക്കൊണ്ടൊന്നുമല്ല. ഞാൻ വെറും ഒരു ആജ്ഞാനവർത്തി. രക്ഷപ്പെടുത്തിയത് ഒരു സ്ത്രീയാണ്. അവരെ ഹോം നഴ്സ് എന്നും വിളിക്കാം. ആ സ്ത്രീയുടെ പ്രാർത്ഥനയും പരിചരണവുമാണ്, അവരുടെ മഹാദാനമാണ് തന്റെ ഈ 2ാം ജന്മം. അച്ഛാ, മോളെ, എനിക്കിത് മതി. ഇത് കണ്ടാ മതി. അച്ഛനും മകളും ഇങ്ങനെ സ്നേഹത്തോടെ എന്നും ജീവിക്കണം.